വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മിക്ക യൂട്യൂബേഴ്സിൻ്റെയും ഡെസ്കിൽ കാണുന്ന ഒരു സംഭവമാണ് ഇത്. അപ്പം നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. ഞാൻ ഇത് കാർഡ്ബോർഡ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് കാർഡ്ബോർഡ് കൊണ്ട് തന്നെ ഉണ്ടാക്കാം. പിന്നെ വേറൊരു ടൈപ്പ് ഒരു ബോർഡ് കിട്ടും, അതിലും ഉണ്ടാക്കാം. അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ ഇതിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ഞാൻ ഒരു കാർഡ്ബോർഡ് അല്ല എടുക്കുന്നത്, 2 കാർഡ്ബോർഡാണ്. മീൻസ് ഒരേ ഇതായിട്ട് 2 കാർഡ്ബോർഡാണ് എടുക്കുന്നത്. അതെനിക്ക് പറയാൻ അറിഞ്ഞൂടാ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ 4 കാർഡ്ബോർഡ് വേണം. എന്നിട്ട് ഇങ്ങനെ ഒന്നിൻ്റെ മേളിൽ ഒന്നായിട്ട് വയ്ക്കുക. അങ്ങനെ 2 സെറ്റ് ഉണ്ടാക്കിയെടുക്കുക. വീഡിയോ കാണുന്നതാണിത്. എന്നിട്ട് കവർ ചെയ്തെടുക്കുക. അതിനെ ഞാനിപ്പോൾ പിങ്ക് കളറാണ് കൊടുത്തത്. വൈറ്റ് കളർ കൊടുക്കണമെങ്കിൽ വൈറ്റ് കളർ കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ പിങ്ക് കൊടുത്തു. എനിക്ക് ഒരു കളർ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് എൻ്റെ ഡെസ്കിൽ കിടക്കുന്നത്. എൻ്റെ ഡെസ്കിൽ കൂടുതൽ പിങ്ക്, വൈറ്റ്, യെല്ലോ അതൊക്കെയാണ് മാച്ചിങ് ആയിട്ട് വരുന്നത്. അപ്പം ഞാൻ പിങ്കാണ് കൊടുത്തത്. എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ വയ്ക്കുന്ന സൈഡിൽ വയ്ക്കുന്ന കാർഡ്ബോർഡ് ഞാൻ 2 എണ്ണം മാത്രം പിങ്ക് കൊടുത്തു. പിന്നെ ബാക്കിയുള്ളത് ഞാൻ വൈറ്റ് കൊടുത്തു. പിന്നെ വൈറ്റ് ഞാൻ ചെയ്തേക്കുന്ന A4 ഉണ്ടാട്ടോ. പിന്നെ 4 റോൾസ് വേണം അതിങ്ങനെ സ്റ്റാൻഡ് കണക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ സൈഡ്സൊക്കെ ഒട്ടിച്ചെടുക്കണം. ഒരിക്കലും ഫെവിക്കോൾ യൂസ് ചെയ്യരുത്. ഫെവിക്വിക്കോ ഇല്ലെങ്കിൽ അങ്ങനെ ഇത്തിരി ബലമായിട്ട് ഒട്ടിക്കണം, അല്ലെങ്കിൽ ഇത് പൊളിഞ്ഞ് വീഴും. പിന്നെ ഒരു കാര്യം, കാർഡ്ബോർഡാണ്, അതിനനുസരിച്ചുള്ള സാധനങ്ങളെ വയ്ക്കാൻ പറ്റുള്ളൂ. ഒത്തിരി ഐറ്റംസ് ഒന്നും വയ്ക്കാൻ പറ്റത്തില്ല. ചെറിയൊരു സംഭവങ്ങൾ, കുറച്ച് പെന്നോ ഇല്ലെങ്കിൽ എന്തെങ്കിലും കുഞ്ഞി ഇങ്ങനെ കിൻഡർ ജോയുടെ കൂടെ കിട്ടുന്ന ഇങ്ങനെ കുറച്ച് ടോയ്സ് ഇല്ല, അതും അങ്ങനെ ക്യാൻഡിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഓർഗനൈസറാണ്. അപ്പോൾ എനിക്ക് ഇത് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല രസമാണ്. ഇത് ഫുള്ളും അങ്ങനെ തന്നെ സെറ്റാക്കി എടുക്കുക. അപ്പോൾ ഇങ്ങനെ 2 ബോക്സായിട്ട് വരണം. എന്നിട്ട് ഓരോരോ റോൾസും ഇങ്ങനെ 4 ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുക. നിങ്ങൾ റോൾ എടുക്കുമ്പോൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കൂടെ വലിയതായിട്ട് എടുക്കാൻ നോക്കുക. അപ്പോൾ ഇത്തിരി കൂടെ ഭംഗിയിൽ നിൽക്കും. ഇതിപ്പോൾ ഞാൻ എടുത്തത് കുറച്ച് ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചുകൂടെ വലുതാക്കിയിട്ട് എടുക്കാൻ നോക്കുക. പിന്നെ ഒത്തിരി ബലമൊന്നും കൊടുക്കരുത്, സൈഡൊക്കെ ഇളകി പോവും. പക്ഷേ കുഴപ്പമില്ല, നല്ലൊരു ഓർഗനൈസറാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത് ടേബിളിൽ ഇപ്പോൾ കുറച്ച് നാളായി വയ്ക്കാൻ തുടങ്ങിയിട്ട് അടിപൊളിയായിട്ടുള്ളൊരു ഓർഗനൈസറാണ്. ഞാൻ കുറച്ച് സ്റ്റിക്കി നോട്ട്സും ക്ലോക്കും പോൺസിൻ്റെ ക്രീമും അങ്ങനെ ഗമ്മും എല്ലാം വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം വെയിറ്റൊക്കെ താങ്ങും. എന്നാലും ഒത്തിരി ഇത് ചെയ്യണ്ട, കാരണം കാർഡ്ബോർഡ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. പിന്നെ നമ്മളുമാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഈ വീഡിയോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്നാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ താഴെ അഭിപ്രായമൊക്കെ പറയാൻ മറക്കരുത്. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്യുക. പിന്നെ ഞാൻ ഇതിനെ കുറച്ചുകൂടെ ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് കൊടുക്കാനൊക്കെ കൊടുത്തു. അപ്പം ഞാൻ ഇതിൽ ട്യൂസറും പിന്നെ എന്തായിരുന്നു വാഷി ടേപ്പും പിന്നെ മാർക്കറും പെന്നും എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് നിറച്ചിട്ടുണ്ട് കേട്ടോ. ആ ലൈറ്റൊക്കെ കത്തിക്കാൻ നല്ല രസമുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു. അടുത്ത വീഡിയോയിൽ കാണാം.